അപ്പം ഈ നിവേദനം ഇത് ഈ വിഷയത്തിൽ സഹീഹ് അല്ലാതെ മനസ്സിലാക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്തത്? പിന്നെ എങ്ങനെയാണ് തൗബ ചെയ്തത്? അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിലൊരു ഹദീസും ഉണ്ട്, ഒരായത്തും ഉണ്ട് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത്. ഹദീസ് ഇമാം ഹാക്കിം തന്നെ മുസ്തദറക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്ന്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ഫതലഖ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. എവിടെയാണ് ഫതലഖ ആദമു മിൻ റബ്ബിഹി കലിമാത്ത്? സൂറത്തുൽ ബഖറയിൽ. ആദം തൻ്റെ റബ്ബിൽ നിന്ന് ചില കലിമത്തുകളെ സ്വീകരിച്ചു. ഫതാബ അലൈഹി എന്നാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്തു. ആ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഖബൂലാക്കിയെന്നാണ്. അപ്പോൾ തലഖ ആദം മിർ റബ്ബിഹി കലിമാത്തിൻ, തൻ്റെ റബ്ബിൽ നിന്ന് ചില കലിമത്തുകളെ സ്വീകരിച്ചു എന്നാണ് ആദം. അതിലൂടെയാണ് തൗബ ചെയ്തതെന്നാണ്. ഈ കലിമത്ത് അതെന്താണ് എന്നാണ്. അത് സൂറത്ത് ആറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? അത് റബ്ബന വലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന ആയത്താണ്. ഇതാണ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ നൽകിയത്. അബുൽ ആലിയ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ട്, അബുൽ ആലിയ അറിയപ്പെട്ട താബിഈ പണ്ഡിതനാണ്. അബുൽ ആലിയയെ ഉദ്ധരിച്ചിട്ട് ഇമാം ബുഖാരി കൊടുത്ത ഇതാണ്: റബ്ബിൽ നിന്ന് ആദം സ്വീകരിച്ച കലിമത്തുകൾ, തൗബ ചെയ്യാൻ ദുആ ഇറക്കാൻ സ്വീകരിച്ചത് ഈ ദുആവചനാണ്. റബ്ബന വലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വലംന അൻഫുസന, ഞങ്ങളോട് തന്നെ അന്യായം ചെയ്തു പോയി. ഫഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന, നീ ഞങ്ങളോട് പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്തില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ അകപ്പെട്ടു പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞങ്ങളോട് പൊറുക്കണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് ആദമും ഹവ്വയും ദുആ ചെയ്തു. ഈ കലിമത്തുകളാണ് അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ചത് എന്നാണ് അബുൽ ആലിയ പറഞ്ഞത്. അത് ഇമാം ബുഖാരി കൊടുത്തു. മറ്റൊന്ന് ഇബ്നു അബ്ബാസിൽ നിന്ന് ഇമാം ഹാക്കിം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ആദം അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ച കലിമത്ത് എന്താണ്, അത് നമ്മളും എങ്ങനെ അള്ളാഹിനോട് തൗബ ചെയ്യണം എന്നുള്ളത് പഠിക്കാൻ, മനസ്സിലായില്ലേ? ഒരു തെറ്റ് വന്നു പോയാൽ എങ്ങനെ തൗബ ചെയ്യണം എന്ന് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളായി ഈ പറയുന്നത്. നീ നമ്മുടെ ഈ ആയത്ത്. മറ്റൊന്ന് ഇബ്നു അബ്ബാസി പറയാൻ പോണത്, ആദം അള്ളാഹുവിനോട് ചോദിച്ചു എന്നാണ്. യാ ഐ റബ്ബ് അലം തഖ്ലുഖുനി ബിയദൈക വഅലം തൻഫുഖ് ഫിയ മിൻ റൂഹിക വഅലം തുദ്ഖിൽനി അൽ ജന്ന. അങ്ങനെ ആദം ചോദിക്കാണ്, യാ റബ്ബേ അലം തഖ്ലുഖുനി ബിയദൈക, നീ നിൻ്റെ ഇരു കരങ്ങൾ കൊണ്ട് എന്നെ സൃഷ്ടിച്ചില്ലേ? അപ്പോൾ അള്ളാഹു പറയണ ബല, അതെ. വീണ്ടും അള്ളാഹുവിനോട് ചോദിക്കാണ് ആദം, അലം തൻഫുഖ് ഫിയ മിൻ റൂഹിക്, നിൻ്റെ റൂഹിൽ നിന്ന് നീ എന്നിൽ ഊതിയില്ലേ? അപ്പോഴും അള്ളാഹു പറയാണ് ബല, അതെ. അത് വീണ്ടും ആദം ചോദിക്കുകയാണ്, അലം തുദ്ഖിൽനി അൽ ജന്ന, നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ? അപ്പോഴും പറയാണ് അള്ളാഹു ബല, അതെ. അപ്പോൾ ആദം വീണ്ടും ചോദിക്കുകയാണ്, അലം തസ്ബിഖ് റഹ്മതുക ഗദബക്, അള്ളാഹുവേ നിൻ്റെ കോപത്തെ നിൻ്റെ റഹ്മത്ത് മികച്ചിട്ടില്ലേ? നിൻ്റെ കോപത്തേക്കാൾ നിൻ്റെ റഹ്മത്ത് മികച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും അള്ളാഹു പറയാണ് ബല, അതെ. അപ്പം ആദം പറഞ്ഞു എന്നാണ്, എന്ത്? അറഅയ്ത ഇൻ തുബ്തു വഅസ്ലഹ്ത് അറാജിഇയ ഇലൽ ജന്ന, അള്ളാഹുവെ ഞാൻ തൗബ ചെയ്യുകയും ഞാൻ സൃഷ്ടജീവിതം നന്നാക്കുകയും ചെയ്താൽ, ഇതാണ് തുബ്തു വഅസ്ലഹ്ത്, എങ്കിൽ അറാജിഇയ ഇലൽ ജന്ന, നീ എന്നെ സ്വർഗത്തിലേക്ക് മടക്കൂല്ലേ എന്ന് ചോദിക്കുകയാണ്. നീ എന്നെ സ്വർഗത്തിലേക്ക് തന്നെ മടക്കൂല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അള്ളാഹു പറഞ്ഞു ബല, അതെ. ഇബ്നു അബ്ബാസ് പറയാണ്, ഇതാണ് അള്ളാഹുവിൻ്റെ ഫതലഖ ആദം മിൻ റബ്ബിഹി കലിമാത്ത് എന്ന്. മനസ്സിലായോ? പണ്ഡിതന്മാർ പറയാണ്, ഇബ്നു അബ്ബാസ് പറഞ്ഞ ഈ സംഭാഷണം അവിടെ നടന്നിട്ടുണ്ട്, അള്ളാഹുവും ആദവും തമ്മിൽ നടന്നിട്ടുണ്ട്. പിന്നെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബന ളലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രാർത്ഥനയും നടത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എന്ത് ആ കലിമാത്ത്.
അപ്പോൾ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്ന്, തൗബ ചെയ്യാൻ ആദം അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ച വചനങ്ങൾ എന്ത് മനസ്സിലായി, അതിൽ സഹീഹായി വന്നതാണ് നമ്മളിവിടെ ഈ മനസ്സിലാക്കിയത്. സഹീ അല്ലാത്ത നിവേദനം ഉണ്ട്, അതാണ് നമ്മൾ മുമ്പ് ഇവിടെ പറയേണ്ടത്. ഈ വചനങ്ങളോട് കൂടിയിട്ട് അള്ളാഹു ആദമിനെ സ്വീകരിച്ചു, തൗബ കബൂലാക്കി. നമ്മളും തൗബ ചെയ്യുമ്പോൾ അതാണ് അവിടെ വിഷയം. നമ്മളും തൗബ ചെയ്യുമ്പോൾ എങ്ങനെ തൗബ ചെയ്യണം? ഒരു തെറ്റ് വന്നാൽ അള്ളാഹിനോട് നമ്മൾ എന്തൊക്കെ എണ്ണണം? അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണണം അല്ലേ? അള്ളാഹു, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങി സൃഷ്ടജീവിതം നന്നാക്കിയാൽ നീ എന്നെ സ്വീകരിക്കൂല്ലേ എന്ന് അള്ളാഹിനോട് എന്ത് ചെയ്യണം? നമ്മൾ യാചിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന പോലെ നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് ദുആ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആദമിനൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തതുപോലെ നമ്മളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ഖലാസ്. അതാണ് ഇവിടെ ആ ആയത്തിൻ്റെ വിഷയം. സുമ്മജ്തബാഹു റബ്ബുഹു ഫതാബ അലൈഹി, തൻ്റെ റബ്ബ് ആദമിനെ തെരഞ്ഞെടുത്തു. ഫതാബ അലൈഹി, തൗബക്ക് അവസരം നൽകി, തൗബ സ്വീകരിക്കുകയും ചെയ്തു. താബ അലൈഹി എന്നാണ്, തൗബക്ക് തുറവി നൽകി, തൗബ സ്വീകരിച്ചു. വഹദ